Hi, hello, welcome to my YouTube channel. So, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്നു എന്ത് ടോപ്പിക്കാണ് വീഡിയോ എടുക്കേണ്ടത്. പക്ഷേ ഞാൻ ടോപ്പിക്ക് അന്വേഷിച്ച് നടന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഫസ്റ്റ് ഞാൻ എല്ലാ ദിവസവും വാക്കിന് പോകും. എസ്പെഷ്യലി ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 10 days കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ പുറത്തിറങ്ങി തുടങ്ങി. ഞാൻ ഇവനെയും കൊണ്ട് ഞാൻ നടക്കാൻ പോകും. ആദ്യമൊക്കെ ഞാൻ ഇവനെ നമ്മുടെ പ്രാമിൽ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. കാർ സീറ്റ് അതിനകത്ത് സ്ട്രോളറിൽ വെച്ചിട്ടായിരുന്നു കൊണ്ടുപോകുന്നത്. അവനിപ്പോൾ എല്ലാം കണ്ടു തുടങ്ങി. സോ അവന് പുറത്ത് പോകുമ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഇവന് വേണ്ടി വാങ്ങിച്ചത്, പിന്നെ ഞാൻ എങ്ങനെയാണ് ഇവനെയും കൊണ്ട് ഞാൻ ഇവൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാനിന്ന് പുറത്ത് പോകുന്ന വീഡിയോസും കാണിക്കാം. പിന്നെ ഓക്കെ, ലെറ്റ്സ് ഗോ. സാധാരണ ഞാനും ബേബിയും ആണ് ജസ്റ്റ് ഒരു ഷോർട്ട് വാക്കിന് പോകുന്നത്. അവനെ ഞാൻ ക്യാരിയറിലിട്ടിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്, എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും. ഭയങ്കര ഫണ്ണായിരുന്നു. ഞങ്ങൾ ഗോൾവേ എന്ന് പറയുന്ന ഒരു കൗണ്ടിയിലാണ് താമസിക്കുന്നത്, അയർലൻഡിൽ. ഗോൾവേ സിറ്റി തന്നെ താമസിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രയോജനമുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും സിറ്റിയിൽ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാം. ഇത് ഒരു മെയിൻ സ്പോട്ടാണ്, ഞങ്ങളുടെ സ്പാനിഷ് ആർച്ച്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റാണ്. അപ്പം ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു ഷോർട്ട് വാക്കിന് വരുമ്പം ആദ്യമായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു ഐറ്റമാണ് ബേബി ക്യാരിയർ. ബേബി ക്യാരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബാഗ് പോലെ നമുക്ക് ബേബീനെ ക്യാരി ചെയ്യാം. അത് അപ് ടു 12 kgs ആണ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നത് വെയിറ്റ്. പിന്നെ ഓരോ ബ്രാൻഡ് അനുസരിച്ച് അതിൻ്റെ വെയിറ്റ് ലിമിറ്റ് വേരി ചെയ്യും. അപ്പോൾ ഇതാണ് ഐറ്റം നമ്പർ 1. ഐറ്റം നമ്പർ 2 എന്ന് പറയുന്നത് നമ്മളുടെ നേഴ്സിംഗ് കവറാണ്. അത് ഒരു ഗെയിം ചേഞ്ചറാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സാധാരണ ഒരു മസ്ലിൻ ടവൽ നമുക്ക് ഒരു നഴ്സിംഗ് കവറായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ എല്ലാ ഓൺലൈൻ വെബ്സൈറ്റിലും നഴ്സിംഗ് കവർ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൈഡിൽ ജസ്റ്റ് ഒരു ഫ്ലെക്സിബിൾ ഒരു വയറ് കാണും, പിന്നെ അതിനകത്തൊരു ബക്കിള് കാണും. നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരുന്ന് ഫീഡ് ചെയ്യാം. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് ഫീഡ് ചെയ്യാം. മസ്റ്റ് ഹാവ് ആണെന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അങ്ങനെ ഞങ്ങൾ സിറ്റിക്കകത്തൂടെ നടന്ന് ഞങ്ങളുടെ സ്ഥിരം വഴിയാണിത്, ക്ലാഡ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്ത് രസമാണെന്നറിയാം അതിനകത്തൂടെ നമുക്കിങ്ങനെ നടക്കാൻ. സാധാരണ ഭയങ്കര ക്രൗഡഡാണ്. ഇന്ന് നല്ല വെതറായിട്ടും എന്താണെന്നറിയത്തില്ല, ഒരുപാട് ക്രൗഡൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അകത്തൂടെ, സൈഡിലെല്ലാം പബ്ബുകളാണ്, പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഹാൻഡ് മെയ്ഡ് സ്വെറ്റേഴ്സും ഹാറ്റ്സും മോസ്റ്റ്ലി എല്ലാം ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആയിട്ട് അവർ ഒരു മാർക്കറ്റൊക്കെ ഓപ്പൺ ആക്കും. എസ്പെഷ്യലി സമ്മറിൽ ഓൾമോസ്റ്റ് എവറി ഡേ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും. നിങ്ങളൊരു 1 to 2 days അല്ലെങ്കിൽ 2 to 3 days നിങ്ങൾ ഒരു ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ബഡ്ഡിയാണ് നമ്മുടെ സ്ട്രോളർ ബാഗ്. അപ്പം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻസുലേറ്റഡ് സ്ട്രോളർ ബാഗ് വാങ്ങുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് കുഞ്ഞിൻ്റെ ഡയപ്പർ, കുഞ്ഞിൻ്റെ വൈപ്സ്, കുഞ്ഞിൻ്റെ ഡ്രസ്സുകൾ, ചേഞ്ചിങ് പാഡുകൾ എല്ലാം നമുക്ക് അതിനകത്ത് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. 4ാമത്തെ ഒരു വെടിക്കെട്ട ഐറ്റമാണത്. അത് കുഞ്ഞിൻ്റെ തൊട്ടിലാണ് കേട്ടോ. നാട്ടിൽ നമ്മൾ തൊട്ടിൽ കിട്ടുമല്ലോ, പക്ഷേ ഇവിടെ അതിനുള്ള മാർഗ്ഗമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഇൻസ്റ്റഗ്രാമിൽ വരുന്നത്. ഇത് ഒരു ക്ലാമ്പ് ആണ് ആക്ച്വലി. അത് നമുക്കിങ്ങനെ സേഫായിട്ട് ഹാങ് ചെയ്തിടാം. ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന പോലെയാണ്. പിന്നെ അതിനകത്ത് നമുക്ക് മോട്ടോർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയാലും ട്രിപ്പിനൊക്കെ പോയാലും ഞാൻ എപ്പോഴും ഈ തൊട്ടിലും കൊണ്ടായിരിക്കും പോകുന്നത്. ഒരു വലിയൊരു ബാഗിനകത്തിട്ടിട്ട് ഞാൻ പോകുന്നത്. ഭയങ്കര ഹാൻഡിയാണ് എനിക്ക്. ഇത് 4ാണ് മെയിനായിട്ടും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയത്. എസ്പെഷ്യലി നമ്മൾ പുറത്ത് പോകുമ്പോൾ കൂടുതലും ഞങ്ങളിങ്ങനെ പുറത്ത് പോകുന്നതും ഉണ്ട്. അത് കൂടാതെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ എപ്പോഴും പാർട്ടിയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇവൻ്റെ കാര്യം മാനേജ് ചെയ്യണം.
അതാണ് വൈൻ ടാസ്ക് സത്യം പറഞ്ഞത്. അതായത് അവനിപ്പം 3.5 months ആയതേ ഉള്ളൂ. ഇതുവരെ എന്നെ ഹെൽപ്പ് ചെയ്ത സാധനങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അങ്ങോട്ട് അവനിപ്പം ഓരോ ആഴ്ചയിലും അവന് ഭയങ്കര ചേഞ്ചസ് ആണ്. ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു സാധനം എൻ്റെ കയ്യിൽ വന്ന് കൊളുത്തും. എന്താ ഇപ്പം അവൻ്റെ ചേഞ്ച് അനുസരിച്ച് ഞാൻ എൻ്റെ ലൈഫ് ഈസി ആക്കാൻ ഇനി സാധനങ്ങൾ ഞാൻ സെർച്ച് ചെയ്യും. അപ്പം ഇനി കിട്ടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള എന്തെങ്കിലും ഐറ്റംസ് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ട്, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഓൾ ദോസ് തിങ്സ് ആർ നെസസറി. ബിക്കോസ് ഒരുപാട് വാങ്ങിച്ചു വിടുന്നതിലും നമുക്ക് സോളിഡായിട്ട് 1-2 സാധനങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് തന്നെ മതി. നമുക്കൊരു ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം വി വിൽ ബി ഫൈൻ. അപ്പോൾ സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.